So hey hello guys, welcome to my channel. So നമ്മ കുറെ നാൾക്ക് ശേഷം പിന്നെയും തിരിച്ചു വന്നേക്കുകയാണ്. സോ ഇപ്പൊ നിങ്ങൾ എൻ്റെ ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വീഡിയോസ് ഒന്നും കാണൂല. ഞാൻ എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്തു. ഒരു ഫ്രഷ് സ്റ്റാർട്ട് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. സോ എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്തു. ഒരു വീഡിയോയും ഷോർട്സും ഒന്നുമില്ല. സോ എല്ലാം ഡിലീറ്റ് ചെയ്തു. നമ്മ പുതിയതായിട്ട് ഇനി ഒരു ഓർഡറിൽ പോകാന്ന് വെച്ചിട്ടാണ്. സോ ഫസ്റ്റ് തന്നെ നമ്മ ARKയുടെ വീഡിയോ ആണ് ഇട്ട് തുടങ്ങണേ. നമ്മ കഴിഞ്ഞ ഇതിന്റെ വീഡിയോ ഫുൾ ആക്കിയില്ലായിരുന്നു. സോ ഈ പ്രാവശ്യം നമ്മ ഫുൾ ആക്കും. 7 മാപ്പ് ഉണ്ട്, 7 മാപ്പും തീർക്കും. സോ പിന്നെ വേറെ കുറെ ഗെയിമും നമ്മ ചെയ്യുന്നതായിരിക്കും ഇതിന്റെ ഇടയിൽ. സോ ആദ്യം തന്നെ നമുക്ക് ARK തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ നേരെ വീഡിയോയിലോട്ടോ. Let me down. ആദ്യം തന്നെ നമുക്ക് വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മൾ ഹാർഡ് പ്രീസെറ്റ് തന്നെയാണ് സെറ്റ് ചെയ്യണേ. പിന്നെ ഡിഫിക്കൽട്ടി ലെവല് ഫുള്ള്. പിന്നെ നമ്മുടെ സമ്മറിന്റെ ഇവന്റ് നടക്കണേ, അതുകൊണ്ട് HP കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടണ ഇത് നടക്കണുണ്ട്. സോ ടൈമിങ് സ്പീഡൊക്കെ നമ്മൾ നോർമലി വെച്ചാൽ മതി. ഇത്ര ആണെന്ന് തോന്നുന്നു. വെയിറ്റ്, ഒരു കാര്യം റീസെറ്റ് ചെയ്യാൻ പറ്റൂലേ? വെയിറ്റ് നോക്കട്ടെ. റീസെറ്റ് ആണ്. ഓക്കെ. ഓക്കെ. ഹാർഡ് പ്രീസെറ്റ് കിടക്കണത് അതാണ്. ഓക്കെ, നൈസ്. അപ്പൊ ഡിഫിക്കൽട്ട് ലെവല് നമുക്ക് കൂട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ നോക്കാൻ ഡൈനോ ഡാമേജ്, പ്ലെയർ ഡാമേജ്, സ്ട്രെച്ചർ ഡാമേജ്, പ്ലെയേഴ്സ് റെസിസ്റ്റൻസ്, ഡൈനോ റെസിസ്റ്റൻസ് അതൊന്നും തുടരണ്ട. സ്ട്രെച്ചർ റെസിസ്റ്റൻസ്, ഡേ സൈക്കിൾ സ്പീഡ്, സ്ട്രെച്ചർ, വാട്ടർ ഡ്രെയിൻ. പ്ലെയർ വാട്ടർ ഡ്രെയിനും ഫുഡ് ഡ്രെയിനും നമ്മൾ ഇത്തിരി കുറച്ചിരുന്നേന്, അല്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കും. അതുകൊണ്ട് ഞാൻ ഇത്തിരി കുറച്ചിരുന്നുണ്ട്. ഓക്കെ. ഇനി ഡൈനോ ക്യാരക്ടർ ഫുഡ് ഡ്രെയിൻ അത് കൂട്ടിയിടാം. അത് കൂട്ടിയിടുന്നത് വേറൊന്നും കൊണ്ടല്ല, ഡൈനോസിന്റെ ടൈം ചെയ്യുമ്പോൾ ഡൈനോസിന്റെ ഫുഡ് പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഫുഡ് എടുക്കും. ഓക്കെ. പ്ലെയർ ക്യാരക്ടർ സ്റ്റാമിന ഡ്രെയിൻ, ഓക്കെ, അതൊക്കെ ഓക്കെ. ഇനി ഡിസേബിൾ ലൂട്ട് റേറ്റ് അത് വേണ്ട. മാക്സിമം ഡിഫിക്കൽട്ടി അത് വേണം. ഡിസേബിൾ സ്ട്രക്ചർ പ്ലേസ്മെന്റ് അത് വേണം. അലോ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോം ഫ്ലോർസ്, അൾട്ടിമേറ്റ് റെസിപ്പി, പിന്നെ ഫ്ലയേഴ്സിന്റെ ലെവലപ്പ്, സ്പീഡ് ലെവലപ്പ്. ഓക്കെ. സോ പ്ലേ സിംഗിൾ പ്ലേ. അയ്യോ, അറിയാതെ സൈൻ കൊടുത്തു, സോറി. സ്റ്റാർട്ട്. ഓക്കെ. മെയിലി കളർ ഇത് വേറെ ഒന്നും മാറ്റാനില്ല. എനിക്ക് ബേസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വന്നിട്ട് അവിടെ അല്ല. അയ്യോ, അങ്ങാടുമില്ല. ആ ഏരിയയിലോട്ടാണ് പോണേ. അങ്ങാടൊന്നും അല്ല സ്പോൺ ആവണ്ട. ഏകദേശം ഈ ഒരു ഏരിയയാണ്. ഇവിടെ സ്പോൺ ആവാം. ഓക്കെ. പഴയ നെയിമാ കിടക്കണേ. നമുക്ക് വാർഗയുന്നില്ല, പുതിയ നെയിമിലോട്ടായി. വാർഗ. ഓക്കെ. ക്രിയേറ്റ് ന്യൂ സർവേ. ഒരു കട്ട് സീൻ വരും. ഓക്കെ. സോ ഞാൻ ഉണ്ടായിരിക്കാം. ഓക്കെ. Are you the one I've been waiting for? You might be. I hope so. It's been so many cycles since I was her. Do I even still remember Hope? I wasn't sure you'd ever turn up. The odds just kept getting longer. I guess I've been losing faith, while they've been gaining power. You have to reach me. Everything depends on your survival. Master this world. Make allies of its many creatures. Grow your strength and skill. Explore this place like I did so long ago. Put the pieces together and find me, survivor. You may be the only one who can. ഓക്കെ. നമ്മൾ സ്പോൺ ആയിട്ടുണ്ട്.
തണുപ്പടിച്ച് ചുമയായി ഗൈസ്. ഓക്കെ, എവിടെയാണ് സ്പോൺ ആയെന്ന് ആദ്യം നമ്മ അറിയണം. അയ്യോ, ഇത് ഏതാ സ്ഥലം? ആ കറക്റ്റ് സ്ഥലത്ത് തന്നെ സ്പോൺ ആയത്. ഒരു മിനിറ്റ്. ടെക് വയർ സോറി. എല്ലാവരും എത്ര? 30. ഓക്കെ, ഒരു മിനിറ്റ്. ഞാൻ പാരസോണിൽ ഈ പ്രാവശ്യം ചിലപ്പോൾ ടൈം ചെയ്യില്ല. ഞാൻ എൻ്റെ ഗെയിം സൗണ്ട് ഇത്തിരി കൂട്ടാൻ പറ്റുമോ നോക്കട്ടെ. മാസ്റ്റർ സൗണ്ട്. ഓക്കെ, എന്താന്നറിയില്ല, എന്നാലും കൂടിയ പോലെ വലിയതായിട്ട് തോന്നുന്നില്ല. സാർക്കും ഇല്ല ഇതുമായി. ഓക്കെ, നമുക്ക് തന്നെ. ലാഗും ഇനി എന്താന്നാവും. ഓക്കെ, നമുക്ക് വെറുതെ അല്ല ലാഗ് തന്നെ. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് എൻ്റെ സെറ്റിങ്സ് സെറ്റ് ആക്കിയേക്കട്ടെ ഗൈസ്. ഗ്രാഫിക്സ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടിയിരിക്കണം. ഷാഡോസ് ഒന്നും നമുക്ക് വേണ്ട. ഗാമ ഒരു പൊടിക്കിരുന്നോട്ടെ. ഓക്കെ, വെയിറ്റ്. ഓഡിയോ വലിയതായിട്ട് കൂടാനുള്ള, അതുകൊണ്ട് കുറച്ച് തന്നെ ഇട്ടേക്കാം. വീഡിയോയിൽ എങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് അറിയില്ല. നോക്കാം. ഒരു മിനിറ്റ്, വേറെ സെറ്റിങ്സ് ചെയ്യാണ്ട്. എല്ലാം ചെയ്തിട്ട് വരാം. ജമ്പ് ബട്ടൺ വേണം, ഷൂട്ട് ബട്ടൺ വേണം. ഷൂട്ട് ബട്ടൺ യൂസിങ് ബട്ടൺ. ഓക്കെ, വെയിറ്റ്. ഓക്കെ, എന്നൊന്ന് സെറ്റ്. സോ നമുക്ക് കുറച്ച് വുഡ് ആദ്യം തന്നെ കളക്ട് ചെയ്യാം. വുഡും താച്ചും വേണം നമുക്ക്. ഓക്കെ, വുഡും താച്ചും കിട്ടി. ഓക്കെ, നമുക്ക് 2 ലെവലപ്പും വന്നിട്ടുണ്ട്. സോ സ്പീഡ് തന്നെ ആദ്യം കൂട്ടാം, നമുക്ക് ഓടേണ്ടി വരും. സോ സ്പീഡ് തന്നെ ആദ്യം കൂട്ടാം. ഇനി നമുക്ക് വേണ്ടത് സ്റ്റോൺ ആണ്. സ്റ്റോൺ ഇവിടെ ഉണ്ടാവില്ല. എവിടെയെങ്കിലും ഒരു സ്റ്റോൺ താടേ. അത് എടുക്കടാ. അടുത്ത് 2 കിട്ടി. ഡബിളായിട്ടായിട്ടാണ് കേട്ടോ, ആ സമ്മറിൻ്റെ ഇതായതുകൊണ്ട്. ഓക്കെ, നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ഹാച്ചഡ് നമുക്ക് അൺലോക്ക് ചെയ്യാം. ഇത് 3 അൺലോക്ക് ചെയ്യാം അങ്ങോട്ട്. ഇത് 3 നമുക്ക് തൽക്കാലത്തേക്ക് ആവശ്യം വരും. ഓക്കെ, സോ ഇനി നമുക്ക് വേണ്ടത് ഫ്ലിൻറ്റ് വേണം. ഫ്ലിൻറ്റിന് നമുക്ക് ഹാച്ചഡ് കയ്യിലോട്ട് എടുത്തിട്ട് ഫ്ലിൻറ്റ് കളക്ട് ചെയ്യാം. ഓക്കെ, ഫ്ലിൻറ്റായി. ഓക്കെ, ഫ്ലിൻറ്റ് വെച്ചിട്ട് ഹാച്ചഡ് ക്രാഫ്റ്റ് ചെയ്യാം. ഇനി ഇതിനെന്താ വേണ്ടത്? സ്റ്റോണും താച്ചും. സ്റ്റോണ് ഫ്ലിൻറ്റ് വന്നു കഴിഞ്ഞാൽ സ്റ്റോണും താച്ചും നമുക്ക് സ്റ്റോണും സെറ്റാക്കാൻ പറ്റും. സോ സ്റ്റോണ് സെറ്റാക്കാം. ഇനി വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട ടൈം നമുക്ക് ഇപ്പം തന്നെ നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്ത് തുടങ്ങാം. അപ്പോഴേ ശരിയാവുള്ളൂ. സോ ഇനി വേണ്ട താച്ച് കളക്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, നല്ല രീതിയിൽ റിസോഴ്സസ് തന്നെ ഉണ്ട് കേട്ടോ ഗൈസ്. ഗുഡ്. ഓക്കെ, അതായി. ഇനി നമുക്ക് ഇത് വേണം. സോ അതിന് നമുക്ക് ബെറീസ് കളക്ട് ചെയ്യണം. സോ കുറച്ച് ബെറീസ് സെറ്റാക്കാം. ബെറീസ് എന്ന് ഈ ബുഷസിൽ നിന്ന് ഫൈബർ കളക്ട് ചെയ്യണം. സോ അപ്പോൾ ബെറീസും കിട്ടും നമുക്ക്. സോ തൽക്കാലത്തേക്കുള്ള ഈറ്റബിൾ ഐറ്റവും ആവും. ഓക്കെ, സോ അതുമായി നമുക്ക് എത്രണ്ണം ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും? 1 എണ്ണം ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ഇനി വേണ്ടത്? വുഡാണ് വേണ്ടത്. സോ നമുക്ക് കുറച്ച് വുഡും കയ്യിലോട്ടാക്കി വെക്കാം. സോ എനിക്ക് പോണ വഴി ഒരു മോസ്റ്റ് ഓപ്ഷനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കാര്യമൊക്കെ ഉണ്ട് ഗൈസ്. 5 എണ്ണം ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ഇത് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഹോട്ട് ബാറിലോട്ട് നോക്കാം. സോ ലെവലപ്പ് പിന്നെയും വന്നിട്ടുണ്ട്. 5 ലെവലോ? വാട്ട് ദ ഫക്ക്? എന്തുവാണിത്? ഓക്കെ, സോ മൂവ്മെന്റ് സ്പീഡിൽ തന്നെ നമുക്ക് കൊടുക്കാം. മൂവ്മെന്റ് സ്പീഡ് എത്രയുണ്ട് ഇപ്പോൾ?
മൂവ്മെന്റ് സ്പീഡ് 310 അപ്പൊ അത്യാവശ്യം താൽക്കാലത്തേക്കുള്ള മൂവ്മെന്റ് സ്പീഡായി. ഇനി നമുക്ക് ഇത്തിരി സ്റ്റാമിനയെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അവിടെ ഇതുണ്ട്. ഓക്കെ, നമുക്ക് പോണ വഴി അത്യാവശ്യം മീറ്റ് കളക്ട് ചെയ്ത് പോവാട്ടാ. നമ്മ ഇപ്പൊ ബേസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഉള്ള ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് കളറ് എത്ര ലെവൽ എത്രയാണ്? 15. കളറ് ഒന്ന് നിക്കടാ, ഒന്ന് നോക്കട്ടെ. ഡാ നിക്ക് പണ്ടാരക്കാല നിപ്പാൻ പറയുമ്പോ പറഞ്ഞു. പക്ഷെ അവന്റെ കളറ് വിഷയം ഓർന്നിട്ടാ. ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാ നമുക്ക് പോണ വഴി മീറ്റ് കളത്തി അതല്ലല്ലേ പറഞ്ഞു, അത് വിട്ടുപോയി. പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഈ നമ്മളിപ്പോ വീസ് ഉണ്ടാക്കാൻ പോണ സ്ഥലത്തിന്റെ പ്രശ്നം, മെയിൻ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇതുണ്ടാവൂല, മെറ്റൽ ഉണ്ടാവൂല ഇവിടെ അടുത്തൊന്നും. സോ മെറ്റല് കളക്ട് ചെയ്യാൻ നമുക്ക് കുറച്ച് ദൂരം പോകേണ്ടി വരും. സോ അത് മാത്രമാണ് പ്രശ്നം. ഡൈനോ എന്ന് വെച്ചാ നമ്മളെ അടിക്കണ ടൈപ്പ് ഡൈനോസ് ഒന്നും ഇവിടെ ഉണ്ടാവൂല. ഞാൻ മാപ്പ് ലൊക്കേഷൻ കാണിച്ചു. അത്യാവശ്യം ഫ്ലാറ്റ് സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്. ഓക്കെ, ഇവിടെ ഡോഡോയും ഗൂഡോയും ഒന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ ഇത് ഡോഡോ കിട്ടി. നമുക്ക് കുറച്ച് ഡോഡോനൊക്കെ ടൈം ചെയ്യണം. അത് ഞാൻ ഓഫ്ലൈൻ ചെയ്തോളാം. ഡോഡോനൊക്കെ ഞാൻ ടൈമിങ് ഓഫ്ലൈൻ ചെയ്തോളാം. കാരണം എനിക്ക് അത്യാവശ്യം ഇവരെ ടൈം ചെയ്യണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എഗ് എനിക്ക് വേണം, മനസ്സിലായ? സോ അതിനാണ്. ഓക്കെ, നമുക്ക് പോണ വഴി ഒരു ഡോഡോനെ ടൈം ചെയ്തിട്ട് പോവാം. ഫീമെയിൽ ഡോഡോ ആണിത്. സോ ഇതിനങ്ങ് ടൈം ചെയ്യാം നമുക്ക്. ഓക്കെ നോക്കായിട്ടുണ്ട്. ഡോഡോനെ ടൈം ചെയ്യണ വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് കീബിൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഡോഡോ വേണം. സോ അതുകൊണ്ടാണ്. സോ നിക്കട്ടെ, ഈ പാരസോണിന്റെ ലെവലൊന്ന് നോക്കിക്കട്ടെ. 15 ലെവല്. ഓക്കെ, ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഓക്കെ, നമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് സ്ഥലം. നമ്മ ഇവിടെ ആയിരിക്കും ബേസ് വെക്കണേ, കാരണം ഇവിടെ അത്യാവശ്യം ഫ്ലാറ്റ് സ്ഥലമാണ്. സോ എനിക്കിവിടെ പ്ലാനിങ് ചെറുതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ബേസ് വെച്ചിട്ട് ഇങ്ങനെ ഫുള്ള് ഫെൻസ് വെച്ച് കവർ ചെയ്യാന്നാണ്. അപ്പൊ ഇവിടെ ഡൈനോസിനെ നമുക്ക് ഇടുകയും ചെയ്യാം, മനസ്സിലായ? ഇവിടെ ബേസും വരും, മനസ്സിലായ? സോ അത് ഫ്യൂച്ചർ പരിപാടിയാണ്. സോ നമ്മ ഇവന്മാര് രണ്ടുപേരും എങ്ങാണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പൊ നമുക്ക് ഇവിടെ ഒരു ചെറിയ സെറ്റപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആ ട്രൈക്കിനെ പറ്റുമെങ്കിൽ ടൈം ചെയ്താലാണ്. 25 ലെവലുള്ളു. ബട്ട് അത് മതി നമുക്ക് തൽക്കാലത്തേക്ക്. ബെറി ഡൈനോയിട്ട് അവൻ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹൈ ലെവലിൽ നല്ല ഡൈനോസിനെ ടൈം ചെയ്യാം. ഇപ്പൊ എനിക്ക് കറന്റ് പറയണെങ്കിൽ ലെവലപ്പ് വന്നിട്ട് എടുക്കണ്ട. ഇപ്പൊ തന്നെ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ഇവിടം വരെ വന്നപ്പോ തന്നെ 4 കിട്ടി ലെവല്. സോ ഇപ്പൊ തന്നെ ഞാൻ 12 ലെവലായി. ഞാൻ ഇനി കൊടുക്കാൻ പോണ സ്റ്റാമിനയെ കൊടുക്കാം 4. ഓക്കെ, സോ ഇനി നമുക്കിവിടെ ഒരു സെറ്റപ്പ് ചെറുതായിട്ട് ചെയ്യാം. അപ്പത്തേക്കും എനിക്ക് കുറച്ച് ഗ്രൈൻഡ് ചെയ്യണം. ഇവിടെ സാധനങ്ങൾ ഇതൊക്കെ കളക്ട് ചെയ്യണം. സോ അപ്പൊ തന്നെ കുറച്ചും കൂടി കിട്ടും. സോ ഞാൻ കളക്ട് ചെയ്തിട്ട് വേഗം വരാം. എന്നിട്ട് ഇവിടെ കുറച്ച് സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, 2000 years later. സോ ഗൈസ്, നമ്മുടെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. സോ നിങ്ങിപ്പോ കാണാൻ പോണത് നിങ്ങ കണ്ടതിൽ വെച്ച് ഏറ്റവും കിടിലം ബേസാണ്. എങ്ങനെയുണ്ട്? ഏതാ ബേസ് സെറ്റി? ഓക്കെ, ഞാനിവിടെ ഒരു വുഡന്റെ സ്റ്റെയർ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കേറാൻ പണിയാണ്. സോ ഇതാണ് നമ്മുടെ ഇപ്പൊ തൽക്കാലത്തേക്കുള്ള നമ്മുടെ ബേസ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞായിരുന്നല്ല എന്തിട്ടാണ് ഇത് തീർന്നു കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം ലെവല് കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, മറ്റേ ഇതിന്റെ ബഫും കിടപ്പുണ്ട്. നമ്മുടെ ഇവന്റിന്റെ സമ്മർ ഇവന്റിന്റെ ബഫ് കിടപ്പുണ്ട്. സോ ഞാനിപ്പോ അറൗണ്ട് 21 പിന്നെയും എനിക്കിപ്പോ 2 ലെവലും കൂടി കിട്ടിയിട്ടുണ്ട്. സോ അത് HP ഇടാം. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ സാധനങ്ങൾ പയ്യെ പയ്യെ ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങാം. എനിക്കൊരു ടേബിൾ വേണം. ടേബിൾ അൺലോക്ക് ചെയ്യാൻ പറ്റുമോ? വെയിറ്റ് ചെയ്യുക, നമുക്ക് ടേബിൾ അൺലോക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ട്. ടേബിൾ എത്രയിലാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഒരു മിനിറ്റ്. ഓക്കെ, ഇത് നമുക്ക് വേണം അൺലോക്ക് ചെയ്യാം. പിന്നെ ടേബിൾ കിട്ടി. നമുക്ക് ടേബിൾ അൺലോക്ക് ചെയ്യാം. പിന്നെ സ്മിതി
മെറ്റൽ പിക്കാക്സ്, മെറ്റൽ ഹാച്ച്ഡ്, ഫോർജ് ഇതൊക്കെ അൺലോക്ക് ചെയ്യാം. ട്രയാങ്കിളോ അൺലോക്ക് ആക്കാം. ഓക്കെ, ബോയും അൺലോക്ക് ആക്കാം. കുറേ സാധനങ്ങൾ ഇനി ചെയ്യാനുണ്ട് ഗൈസ്. ഇനി നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർട്ടൽ ആൻഡ് പിസ്റ്റൽ അൺലോക്ക് ചെയ്യാം. ഓക്കെ, സോ ഇനി ഓരോന്ന് ഒന്നും കൂടി ക്രാഫ്റ്റ് ചെയ്യും. ഓക്കെ, ആദ്യം നമുക്ക് വേണ്ടത് ഇതിന് വേണ്ട ഫ്ലിൻറ്റ് വേണം, ഹൈഡ് നമ്മുടെ കയ്യിലുണ്ട്, സ്റ്റോൺ വേണം, ഫൈബർ വേണം. സ്റ്റോൺ ആദ്യം കളക്ട് ചെയ്ത് തരാം. ദേവൻ ഗൈസ്. ഓക്കെ, സോ ഞാൻ അത് കളക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അയ്യോ, ഒരു മണ്ടത്തരം പറ്റി. കുഴപ്പമില്ല, അത് സെറ്റാക്കാം. സ്റ്റോൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താന്ന് നോക്കട്ടെ. എന്തായാലും ഉണ്ടാവുമെന്ന് തോന്നുന്നു ബാക്കി സാധനങ്ങൾ. ഹൈഡ് ഉണ്ട്, ഫൈബറും ഉണ്ട്, ഹൈഡും ഉണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ അത് ക്രാഫ്റ്റ് ചെയ്യാം. ഇനി ഇതിനെന്താ വേണ്ടത്? മെറ്റൽ ഇങ്കട്ടും സ്റ്റോണും. സ്റ്റോൺ ഇനിയും നമുക്ക് വേണം. സോ ഉള്ള സ്റ്റോണ് നമുക്ക് ഇങ്ങാടിടാം, എന്നിട്ട് താച്ചുയിലോട്ട് ഇടാം. ഓക്കെ, അപ്പോൾ തന്നെ ഫുള്ളായി. ഓക്കെ, നമുക്ക് ഇത് ഇങ്ങാട് എടുത്തിട്ട് സ്പ്ലിറ്റ് ഓൾ കൊടുത്തിടാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺസ്യൂം ചെയ്ത് നമുക്കത് ഇത് ചെയ്യേണ്ടതാണ്, എന്താണ് സ്പോയിൽഡ് മീറ്റ് ആക്കേണ്ടതാണ്. അപ്പം അത്യാവശ്യമാണത്. എല്ലാം ഇതായില്ലേ? സ്പ്ലിറ്റ് ഓൾ ആയില്ലേ? ഇല്ല, ആയിട്ടില്ല സ്പ്ലിറ്റ് ഓൾ. ഓക്കെ, സോ അതായി. ഇനി നമുക്ക് ഇത്തിരി കൂടി ഇത് വേണം. ആദ്യം തന്നെ നമ്മുടെ ഫോർജ് നമുക്ക് ഇവിടെ വെക്കാം. ഫോർജ് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇങ്ങനെ പുറത്തോട്ടൊന്നും പോകാത്ത രീതിയിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഒരു പൊടിക്കിങ്ങ തിരിഞ്ഞ്. ഓക്കെ, സെറ്റ്. നമ്മുടെ ഫോർജ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്മിതിക്കുള്ള ഐറ്റംസ് സെറ്റ് ആക്കിയിട്ട് ദേവൻ ഗൈസ്. നമുക്ക് സ്പോയിൽഡ് മീറ്റും ആയിട്ടുണ്ട്. നമുക്ക് സ്മിതി ഉണ്ടാക്കുന്നതിന് മുമ്പ് മറ്റേത് ഉണ്ടാക്കാം, എന്നിട്ട് പരിപാടി തുടങ്ങാം. അപ്പോഴത്തേക്കും അത് ക്രാഫ്റ്റ് ഞാൻ ചെയ്യാം. ആദ്യം എനിക്ക് വേണ്ടത് കുറച്ച് മെറ്റലും കാര്യങ്ങളുമാണ്. ഓക്കെ, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. സോ ആദ്യം തന്നെ നമുക്ക് മെറ്റൽ ഇങ്കട്ട് സ്മെൽറ്റ് ആവാൻ ഇടാം. 5 എണ്ണം വേണം. സോ മെറ്റൽ ഇങ്കട്ട് നമുക്ക് ഇവിടെ ഇട്ടിട്ട് വുഡും ഇതിലിട്ട് ലൈറ്റ് ചെയ്യാം. സോ ഇത് സ്മെൽറ്റ് ആവട്ടെ ഇവിടെ നിന്ന്. ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആദ്യം നോക്കാം. ഓക്കെ, ഇനി മെറ്റൽ ഇങ്കട്ട് വുഡാണ് വേണ്ടത്. വുഡ് എൻ്റെ കയ്യിൽ കറന്റ് ഇല്ല. സോ ഒരു കാര്യം നമുക്ക് സ്റ്റോണും കാര്യങ്ങളും ഇതിലോട്ട് ഇട്ടിട്ട് വുഡ് കുറച്ച് കളക്ട് ചെയ്തിട്ട് തരുന്നുണ്ട് ഗൈസ്. നമുക്കൊരു ബെഡ് ക്രാഫ്റ്റ് ചെയ്യണം. ബെഡ് നമുക്കിപ്പോൾ തന്നെ ക്രാഫ്റ്റ് ചെയ്യാം. നമ്മുടെ റിസോഴ്സസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഹൈഡ് എന്തായാലും വേണം. ഹൈഡ് എന്തായാലും ഉണ്ട് നമ്മുടെ ഇതിൽ. ഞാൻ അതും ആലോചിച്ചു മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വന്ന ടൈം ഹൈഡ് കളക്ട് ചെയ്ത് വന്നത്. പിന്നെ ഈ മറ്റേ സാധനം ഉള്ളത് നല്ല ഉപകാരമായിട്ടാ. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. പോയിട്ട് വുഡായി. ഇനി എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് സ്മെൽറ്റ് ആവാൻ ഇനി ടൈം പിടിക്കും. ഇത് 2 ആയിട്ടുള്ളൂ, ടൈം പിടിക്കും. ഓക്കെ, നമുക്കൊരു ടോർച്ച് ക്രാഫ്റ്റ് ചെയ്ത് ഉള്ളിലിടാം. ടോർച്ച് ക്രാഫ്റ്റ് ചെയ്യാൻ എനിക്ക് എന്താ വേണ്ടേ? സ്റ്റോണും ഫ്ലിൻറ്റ്. ഓക്കെ, ഫ്ലിൻറ്റ്, സ്റ്റോൺ. ഓക്കെ, ഒരു ടോർച്ച് ക്രാഫ്റ്റ് ചെയ്യാം. കാരണം അല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല ഗൈസ്. ഓക്കെ ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കത്തൂലല്ലോ അല്ലേ? കത്തൂലെന്ന് പ്രതീക്ഷിക്കണം. ഇല്ല, കത്തൂല. ഇന്നോട്ടെ. അയ്യോ, ഇതെല്ലാം കൂടി കത്തൂരിക്കണ പോലെയാ. വിഷയായിരിക്കും. ഓക്കെ, സോ മെറ്റൽ ഇങ്കട്ട് ആയാൽ നോക്കട്ടെ ഒരു മിനിറ്റ്. ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. 5 മെറ്റൽ ഇങ്കട്ട് ആയിട്ടുണ്ട്. സോ നമുക്ക് ഇനി ബാക്കി എന്തൊക്കെ വേണം? സ്റ്റോൺ വേണം, ഫൈബർ വേണം. ആവുമല്ലോ. ആയി. ക്രാഫ്റ്റ് ഇത് ഒരെണ്ണം ക്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കാം, നമുക്ക് ആവശ്യം വരും. ഇനി നമുക്ക് ഒരു ടേബിൾ വേണം. അതിന് 12 മെറ്റൽ ഇങ്കട്ടാ. ദൈവമേ,
അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതാദ്യം ഉണ്ടാകാം. സ്റ്റോൺ വേണം, സ്റ്റോൺ തീർന്നു, സ്റ്റോൺ ഉണ്ടാക്കണം. സോ അതിനു മുമ്പ് നമുക്കൊരു കാര്യം കൂടി ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? വെയിറ്റ്, അൺലോക്ക് ചെയ്തിട്ടില്ല. ബെഡ് അൺലോക്ക് ചെയ്യാം. ബെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്പോൺ ചെയ്യാൻ പറ്റുള്ളൂ. ബെഡിന് എന്താ വേണ്ടേ? താച്ച് ഉണ്ട്. ക്രാഫ്റ്റ്. ഓക്കെ ഓക്കെ, ബാക്കി സാധനങ്ങളൊക്കെ ഇതിലോട്ട് പോയിക്കോട്ടെ. ഓക്കെ, നമുക്ക് ബെഡ് ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ സ്മിതി ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, സോ അതായി. ഇനി നമുക്ക് വേണ്ടത് ആദ്യം തന്നെ കിടന്ന് ഉറങ്ങാം. ഒന്ന് വെയിറ്റ്, ഉറങ്ങണം. ഹംഗ്രി ആൻഡ് തേഴ്സ്റ്റി. വെയിറ്റ്, ഇത് തിന്നത് മാറ്റിക്കിടക്കാൻ പറ്റുമെന്ന് നോക്കാം. ടൈം നല്ല ഹംഗ്രി ആൻഡ് തേഴ്സ്റ്റി. എനിക്ക് തോന്നുന്നത് തേഴ്സ്റ്റി ആണെന്ന് തോന്നുന്നു. നമുക്ക് വെള്ളത്തിലെടുത്ത് ചാടാം. ഞാൻ ദേ പോണേ. ഇപ്പൊ ഇനിയിപ്പോ ഉറങ്ങാൻ പറ്റണോ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, അതല്ല ഉറങ്ങാൻ പറ്റണോ? വാർത്ത, ഞാൻ മീറ്റ് കുക്ക് ചെയ്യാനിട്ടില്ല പൈസ. അത് മണ്ടത്തരമായി പോയി. മീറ്റ് കുക്ക് ചെയ്യാനിടണ്ടായിരുന്നു. മെജോബറി ഉണ്ട്, മെജോബറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് ഞാൻ എന്തോരം ഫുഡ് വേണം? ഫുഡ് ഭയങ്കരമായിട്ട് പറഞ്ഞിരിക്കണേ. മെജോബറി ഫുള്ള് കഴിക്കാം നമുക്ക്. മെജോബറി വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. ഓക്കെ, ഞാൻ കിടന്നുറങ്ങി, എഴുന്നേറ്റു. ലെറ്റ്സ് ഗോ. സോ ഇതെടുത്ത് കയ്യിലോട്ട് പിടിക്കാം. ഇനിയിപ്പോൾ നമുക്ക് പോയിട്ട് എന്തിട്ട് വേണ്ട? സ്റ്റോൺ അല്ലേ വേണ്ടേ? കുറച്ച് സ്റ്റോൺ കൂടി കളക്ട് ചെയ്തിട്ട് ദേ വരാം. എന്നിട്ടൊരു 20 ആരോങ്കിലും നമുക്ക് ഉണ്ടാക്കാം. 20 ആരോ നാർക്കോട്ടിക് ആരോ എന്ന് പറയുമ്പോൾ 20 നാർക്കോട്ടിക് എന്ന് പറയുമ്പോൾ 5 ഇത് വേണം നമുക്ക്. എന്നിട്ടാണ് ഒരെണ്ണത്തിന് 5 നാർക്കോബെറീസ് വേണം. അപ്പൊ 1 ഇൻറ്റു 20, 5 ഇൻറ്റു 20, ദാറ്റ് മീൻസ് 100 എണ്ണം നമുക്ക് കളക്ട് ചെയ്യണം. മനസ്സിലായ? സോ ഇറ്റ് വിൽ ടേക്ക് സം ടൈം ഗ്രൈൻഡ് ചെയ്യാനേ. അത് കഴിഞ്ഞ് നമുക്ക് അവനെ ടൈം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. 20 എണ്ണത്തിൽ ടൈം ആയില്ലെങ്കിൽ ഓക്കെ ബൈ. ഓക്കെ, നമുക്ക് വേണ്ടത്ര ആയി. നമുക്ക് പോയിട്ട് ബാക്കി പരിപാടി ചെയ്തിട്ട് സെറ്റാക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഇത് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഹൈഡും കാര്യങ്ങളും ഉണ്ടായി. സോ ഞാനത് ക്രാഫ്റ്റ് ചെയ്തു. സോ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് അടിയിൽ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊക്കത്തോട്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. ഇത് വെച്ചിട്ട് സ്റ്റൂൾ വെച്ചിട്ട് ഇത് വെച്ചിട്ട് മറ്റേ സാധനം ഉണ്ടല്ലോ, അതിന്റെ പേര് ഓർമ്മ. ഓക്കെ, അപ്പൊ അടിയിലിരിക്കുന്നോട്ടെ. അതിലോട്ട് മീറ്റ് ഇടാം. ഇത് ഇടുക, നമ്മുടെ എന്താണ് നാർക്കോട്ടിക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ 8 എണ്ണം ക്രാഫ്റ്റ് ചെയ്യാം. 8 എണ്ണം പിന്നുള്ള ഉണ്ട്. സോ ബാക്കിയുള്ള ഐറ്റംസ് ഞാൻ ഇതിൽ വെച്ചിട്ട് ആക്കാൻ പറ്റണ അത്ര ആക്കാം. ഓക്കെ, ഇനി നമുക്ക് മെജോബറിയും കുറച്ച് കളക്ട് ചെയ്യണം, ഇതും കളക്ട് ചെയ്യണം, നമ്മുടെ നാർക്കോട്ടിക്സും. സോ ഞാൻ കളക്ട് ചെയ്തിട്ട് വരാം. ഇത് ടൈം പിടിക്കും ഇത്തിരി. ഓക്കെ, നമുക്ക് ആരോ ക്രാഫ്റ്റ് ചെയ്യാം. സോ എൻ്റെ ഒരു വുഡ് ഉണ്ട്. ഇതായി. എനിക്ക് ഹൈഡിന് ഇതായിരിക്കില്ല, ഫൈബർ ആയിരിക്കും. ഓക്കെ, ഫൈബറും ഉണ്ട്. ഓക്കെ, സോ ഇത് രണ്ടും അങ്ങോട്ട് ഇട്ടേക്കാം. സോ പറ്റാവുന്ന അത്ര നാട് താച്ചും വേണമല്ലോ ഇനി. ഓക്കെ, സോ ഫുൾ അങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാം. ആ ടൈം കൊണ്ട് വെയിറ്റ്. ഇതിൽ നിന്ന് നമ്മ 36 എണ്ണം എന്തിനാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ 36 എണ്ണം വെച്ചാവണം. ക്രാഫ്റ്റ് 36. ഓക്കെ, സോ ഇതായിട്ട് ദേ വന്നു. 2000 years later. ഓക്കെ, നമ്മ എല്ലാം ക്രാഫ്റ്റ് ചെയ്ത് ഇപ്പൊ എനിക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കണേന്. ഓക്കെ, വുഡ് കുറെ ഉണ്ട് എൻ്റെ കയ്യിൽ. ഫൈബറും ഇതും അതിലോട്ട് ഇട്ടേക്കാം. ബാക്കി ഈ സാധനമൊക്കെ ഞാൻ ഡ്രോപ്പ് ചെയ്യേണ്ടി തന്നെ വരും. ഇതിലോട്ട് ഇട്ടിപ്പോ ഞാൻ ഇത് വേസ്റ്റ് ചെയ്യാനും താല്പര്യപ്പെടുന്നില്ല.
ഓക്കെ, ഞാനിപ്പോ എങ്ങനെ അതിനെ ടേം ചെയ്യുമെന്നാണ് ആലോചിക്കണേ. കാരണം പണിയുണ്ട് ഗൈസ്. സോ ഞാൻ ഇതൊക്കെ ഡ്രോപ്പ് ചെയ്യാം. എനിക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. സോ ഞാനിതെല്ലാം ഡ്രോപ്പ് ചെയ്ത് കളയാം, ആവശ്യമില്ലാത്ത സാധനങ്ങളെ. ഓക്കെ, ഇനിയിപ്പോൾ ഇതും ഇങ്ങോട്ട് വന്നിട്ട് ഇതും ഡ്രോപ്പ് ചെയ്ത് കളയാം. നമുക്കിപ്പോൾ മെജോബറി ഉണ്ട് ടൈം ചെയ്യാൻ, ഇതും ഡ്രോപ്പ് ചെയ്ത് കളയാം. ഓക്കെ, സോ ഇത് നമുക്ക് ഇതിലോട്ട് ആക്കിയിട്ട് ലോഡ് ചെയ്ത് വെക്കാം. പക്ഷേ നമ്മിപ്പോൾ അങ്ങനെ കയറി ചെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ചാകും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ട്രാപ്പ് ഉണ്ടാക്കണം. സോ നമുക്ക് ട്രാപ്പ് ഉണ്ടാക്കാം. ട്രാപ്പ് നമുക്ക് വുഡൻ ട്രാപ്പ് ഉണ്ടാക്കണം. സോ അതൊന്ന് വേഗം ഉണ്ടാക്കിയിട്ട് വരാം. നമുക്കിത് വേണം, പിന്നെ വുഡൻ്റെ ഇത് വേണം. ഓക്കെ, നമ്മൾ ഫൈബർ എടുത്തിട്ട് നമുക്ക് പോണ വഴി ക്രാഫ്റ്റ് ചെയ്തിട്ട് പോവാം. സോ ഓക്കെ, ഞാൻ ആ സാധനത്തിന് അവിടെ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ ട്രാപ്പ് സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ 4 ഫൗണ്ടേഷൻ ഇങ്ങനെ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ വെക്കണം. എനിക്ക് തോന്നണ ഒരു ലെയർ മതിയാവും, അത് പോവില്ലെന്ന് തോന്നണം. ഇനിയിപ്പോൾ പോയാൽ ഞാൻ ഓമ്പിയിരിക്കും, അത് വേറെ കാര്യം. ഓക്കെ, സോ 2 എണ്ണം ഇവിടെ ഇങ്ങനെ ഇരുന്നോട്ടെ. ഓക്കെ, ഇനിയിപ്പോൾ ഇതെടുത്ത് ഇത് ഇവിടെ വന്നാലേ ശരിയാവുള്ളൂ. അങ്ങനെയല്ല. ഹലോ, അല്ലാ, കോമ്പിപ്പൊട്ടി. പോടാ മാറി, പോടാ. എടാ പോടിറങ്ങി, ശല്യപ്പെടുത്താതെ. ഓക്കെ, എനിക്ക് തോന്നണത് നമ്മുടെ വുഡൻ്റെ തന്നെ വേണ്ടി വരും. അത് നോക്കട്ടെ, വുഡൻ്റെ ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, വുഡൻ റാമ്പ്. ഓക്കെ, വുഡൻ ക്രാഫ്റ്റ് ചെയ്യാൻ വുഡ് വേണ്ടി വരും. പിന്നെ എന്താണ്, ഫൈബർ വേണ്ടി വരും, വുഡ് വേണ്ടി വരും. ഓക്കെ, ഫൈബറും വുഡ് സെറ്റാക്കാം. ഫൈബർ, ഞാൻ ഓർത്ത് റാപ്റ്ററാണെന്ന് വിചാരിച്ചു പെട്ടെന്ന് അതിൻ്റെ കൈ കണ്ടപ്പോൾ. റാപ്റ്റർ ഇവിടെ ഒന്നും വരാത്തേണേ, എൻ്റെ പകുതി ജീവൻ ഇപ്പോൾ പോയാനെ. കുറച്ച് വുഡ് വേണ്ടി വരും. 2 അടിക്ക് തീർന്ന. ഇതെന്താണത്? ഓക്കെ, ഞാനോർത്ത് എൻ്റെ ബഗ്ഗായെന്ന് വിചാരിച്ചു. ഇത് ധാരാളം ഒരുപോലെ. ഇത് 2 എണ്ണം. 14 ലെവല്. നമുക്ക് ഇടാം, ലാസ്റ്റ് ഇടാം ഈ ലെവല്. പോകാൻ പറ്റുമോ? പ്ലീസ്. ഓക്കെ, ഇത് ഡ്രോപ്പ് ചെയ്യട്ടെ. ആവശ്യമില്ലാത്ത സാധനമൊക്കെ ഡ്രോപ്പ് ചെയ്യട്ടെ. സ്പീഡ് വേണം നമുക്ക്. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് 5 എണ്ണം ഹെൽത്തിന് കൊടുക്കാം. 2 എണ്ണം കൂടി കൊടുത്ത് 200 ആക്കാം. സ്റ്റാമിന ഇത്തിരി കൂട്ടാം. മൂവ്മെൻറ്റ് സ്പീഡ് ഇത്തിരി കൂട്ടാം. വെയിറ്റിന് 1 കൊടുക്കാം. അത്ര 38 ലെവലായി. ഓക്കെ, ഈ ബ്രോണ്ടോനെ എനിക്ക് അത്ര പിടിക്കണമെന്നില്ല. ബ്രോണ്ടോ എനിക്ക് പണി തരാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പന്ന ബ്രോണ്ടോ വെറുതെ ഇന്നോ? നീയല്ലേ? ഫീമെയിലാണ്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ടൈം. ബ്രോണ്ടോ കിട്ടുള്ളല്ലോ, അതിൻ്റെ ഒരു വാലിലടിക്കില്ലേ? ലോഡ് ചെയ്യില്ലടാ. ഓക്കെ, let's go. आजा तू, आजा. എൻ്റെ മോനെ,
ലെറ്റ്സ് ഗോ. പൊട്ടിക്കൂലല്ലോ അല്ലേ? സോ നമുക്കെന്തായാലും അടിച്ചു തുടങ്ങാം. പൊട്ടിക്കൂലെന്ന് പ്രതീക്ഷിക്കുന്നു. വുഡ് ആയോണ്ട് പറയാനും പറ്റൂല. ഫ്ലീ ചെയ്യണേന്ന് തോന്നുന്നു. ലെറ്റ്സ് ഗോ. ഫൈനലി നോക്ക്. അയ്യോ എടാ എൻ്റെ എഫിഷ്യൻസി കുറഞ്ഞടാ. അല്ലാ, എടുത്തു മാറ്റി എഫിഷ്യൻസിയും കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഫുഡ് ഇട്ട് കൊടുക്കാം. എത്ര വെച്ച്? 17 വെച്ച് തരണുണ്ട്. എടാ എഫിഷ്യൻസി കാണിയടാ. എടാ 85. നല്ല രീതിയിൽ ഇറങ്ങി. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് ബ്രേക്ക് ചെയ്യാം. ഓക്കെ, ഡിമോളിഷ്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ടൈമായി ഗൈസ്. ലെറ്റ്സ് ഗോ. നമുക്ക് പിന്നെ ട്രൈന്ന് വരിടാ. ട്രൈന്ന് വരിട്ട്. ഇതാണ് നമ്മുടെ ഇനി ട്രൈ. ബാ. ഓക്കെ, നമുക്കൊരു സ്ട്രോങ്സ്റ്റ് ഡൈനോനെ തന്നെ കിട്ടിയത്. 35 ലെവല്. ഇറ്റ്സ് ഓക്കെ. നമുക്ക് അത്യാവശ്യം ബെറീസ് വളർത്തിയാൽ ഇനിയിപ്പോ നല്ലൊരു ഡൈനോ ആയി. ഇത്തിരി രീതിയിൽ പ്രൊട്ടക്റ്റും ചെയ്തോളൂ. നമുക്കിനി ഓഫ്ലൈനിൽ നിന്ന് ഞാൻ ഗ്രൈൻഡ് ചെയ്യും. സോ ഇപ്പൊ എനിക്ക് ഇവന്റെ സാഡിൽ അൺലോക്ക് ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല. ഭയങ്കര സിമ്പിളാർന്നിട്ട് ഇവനെ ടൈം ചെയ്യാൻ. ഞാൻ ഉദ്ദേശിച്ചത്ര പാട് വന്നില്ല ട്രാപ്പ് വെച്ചോണ്ട്. കൂടി 2 മിനിറ്റ് പിടിച്ചല്ലേ ടൈം ആവാൻ. അയ്യോ, ഇത്ര പെട്ടെന്ന് ടൈം ആവുന്ന പ്രതീക്ഷല്ല. ഓക്കെ, നമുക്കിനി ഇവന്റെ സാഡില് ട്രൈക്കിന്റെ സാഡില് ട്രൈക്ക് സാഡിൽ 16 തുറയും. നമുക്ക് ഹൈഡ് വേണം ഗൈസ്. ഹൈഡ് ഉണ്ടാ? എനിക്ക് തോന്നണ ഹൈഡ് കുറഞ്ഞിരിക്കണേയാണ്. ഹൈഡ് കളക്ട് ചെയ്യേണ്ടി വരും. സോ ഇവനെയും കൊണ്ടുപോയി ഹൈഡ് കളക്ട് ചെയ്തിട്ട് വരാം. ഹൈഡ് 65 ഉണ്ട്. ഇനി എന്തൊക്കെയുണ്ട്? ഹൈഡ് വേണം, ഫൈബർ വേണം. ഫൈബർ നമുക്ക് എടുത്ത് വെച്ചേക്കാം. സോ ഇനി എൻ്റെ ഹൈഡാണ്. സോ ഹൈഡ് സെറ്റാക്കിയിട്ട് ദേവൻ അവനും വന്നോട്ട്. ഇവന്മാരെ കൊല്ലണം. ഇവന്മാര് നല്ല റിസോഴ്സസ് തന്നെ ടീമാണ്. എന്തിനവര് പണ്ടാരം ചാവടതണ്ടി. അവൻ പോടാ, നീ എന്തുവാടേ നീ. സിൽക്കാപ്പേൾ സിറ്റി ഗൈസ്. ഇതിന് ബ്ലാക്ക് പേൾ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇവന്മാരുടെ. ഒരുത്തനും കൂടി ഉണ്ടാവില്ല. അവനെങ്ങ പോയി? അവനെങ്ങ പോയി? അത് പോയി കേട്ടാ. ദിസ്പൂൺ. ഓക്കെ, സോ നമുക്കെന്താ ഗ്രൈൻഡ് ചെയ്യാം. ഇതിനെന്തൊക്കെയാണോ ഇത് വേണം നമുക്ക്. ഫ്ലിന്റ് വേണം. പണിയാണല്ലോ ഗൈസ്. ഞാനേ എൻ്റെ സാഡിൽ ഉണ്ടാക്കിയിട്ട് ദേവന്നി. ഓക്കെ. നൈസ്. ഒരു പാരസൂറിനൊക്കെ ഒന്നുള്ളൂ കേസ്. നമുക്ക് വേണ്ടതിൻ്റെ അത്യാവശ്യം കിട്ടി. ഓക്കെ, ക്രാഫ്റ്റി. നാപ്പതാവോ ഇന്ന്? ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ 40 ലെവല്. ഗായ്സ്, ഫസ്റ്റ് എപ്പിസോഡ് തന്നെ 40 ലെവല്. ഏതാ? ഞാൻ സീൻ തന്നെ. ഓക്കെ, നമുക്ക് ഇവനെ വെച്ചൊന്ന് ഫാർം ചെയ്ത് നോക്കാം.
നൈസ്. പൊള്ളി സാധനം. മതി, ഇത് ധാരാളം മതി നമുക്ക്. ഓക്കെ, നമുക്കിനി ഇവൻ നല്ല രീതിയിൽ താച്ച് കളത്തിയുണ്ട്. ഗുഡ്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഫുഡ് കളക്ട് ചെയ്യാനുണ്ട്. റിസോഴ്സസ് ഞാൻ കളയാനില്ല. ബാക്കി ഇതൊക്കെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, സോ ഐ തിങ്ക് നമുക്ക് ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത എപ്പിസോഡ് അടിപൊളിയാക്കാം. ഇനി നമുക്ക് 2-3 നല്ല ടൈമും ചെയ്യാം. ഞാൻ അപ്പോഴത്തേക്കും വേറെ കുറച്ച് ഗ്രൈൻഡ് ചെയ്തോളാം ഓഫ്ലൈൻ നിന്നിട്ട്. സോ ഐ തിങ്ക് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.